ട്രിപ്പിൾ ഓം ശാന്തി. ഞാൻ നേരത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട് കേട്ടോ, ലെങ്തി ആയിട്ടുണ്ട്. അത് എത്ര പേര് കാണും, എത്ര പേര് കമന്റ് ചെയ്യുന്നു എന്ന് നോക്കട്ടെ. അതിന്റെ ശേഷം പിന്നെ ഞാനൊന്ന് ആലോചിക്കും, കുറച്ച് നീളമുള്ള വീഡിയോ വേണോ അതോ ചെറുത് വേണോ. കാരണം കുറച്ച് എനർജി വെറുതെ വേസ്റ്റ് ആയില്ലേ. അങ്ങനെ എനിക്ക് തന്നൊരു വരദാനം ആയിക്കോട്ടെ. കാണുന്നില്ലേ? സങ്കല്പം, വാക്ക്, കർമ്മം, ഇതില് മിതവ്യയം പാലിക്കുന്നു. ഇതുപോലത്തെ കുറെ കാർഡുകൾ വരും ബ്രഹ്മകുമാരി സ്ക്വയർ. എവിടെ? പാലക്കാട് STP. ഒരു 2 രൂപ 1 രൂപയോളം ചെലവുണ്ട് കേട്ടോ ഈ സാധനത്തിന്. അല്ലെങ്കിൽ ഒറ്റ ശരിക്കും 1 രൂപ, കാരണം ഈ കാർഡ് നമ്മൾ പഠിക്കണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പ്രചോദനമാണ്, സംഭവം പ്രചോദനമാണ്. ഓരോ കാർഡ് കിട്ടുമല്ലോ ഓരോ തവണ പോകുമ്പോഴാണ്. തരുന്നതാണെങ്കിലും നല്ല ദൃഷ്ടിയൊക്കെ തന്ന് അങ്ങനെ ഓരോ കാർഡുകൾ തന്നുകൊണ്ടേയിരിക്കും. ഈ സംഭവത്തിന് ഇത്രയും ചെലവാക്കണമെങ്കിൽ അവിടെ പണമുണ്ട്. നമ്മളങ്ങോട്ട് 1 രൂപ ഇടുന്നു, നമ്മളങ്ങോട്ട് 2 രൂപ ഇടുന്നു, അതിങ്ങോട്ട് 1 രൂപയോ മറ്റോ ആയിട്ട് ചെലവായി. ഇപ്പൊ അടുത്തെന്തോ ഒരു സേവനം കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റ് ഒക്കെ കിട്ടി. എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എന്തെല്ലാം ഉണ്ടെന്നറിയാം. ഞാൻ കുറെ കൊടുത്തു എന്ന് പറഞ്ഞില്ല. അതുപോലെ എനിക്ക് ബാബയുടെ വീട്ടിൽ നിന്ന് ഒരു സ്യൂട്ട് കേസ് വന്നു. ഒരു സേവനം കഴിഞ്ഞപ്പോൾ, മറ്റേ സൈക്കിൾ സവാരി സേവനം അങ്ങനെ എന്തോ കഴിഞ്ഞപ്പോൾ സ്യൂട്ട് കേസ് വന്നു. അതുപോലെ ഒരു ചെറിയൊരു ചോറ്റുപാത്രം തന്നു. ഇപ്പൊ ഇതൊരു പ്ലേറ്റ് തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി തോർത്ത് തരും. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള സംഭവം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഇവിടെ നിറയെ ഉണ്ട്. വല്ല പുഷ്പവിമാനം, വല്ല കൊട്ടാരം തരും എന്ന് ഞാൻ പറയില്ല. അതൊക്കെ അതിനൊക്കെ ഉള്ള സൗകര്യം നമ്മൾ എടുക്കുന്നു. വല്ല കുമാരിമാരും എനിക്ക് സമാനമായിട്ട് വരൂ എന്നേ ഞാൻ പറയും. ജ്ഞാനത്തിലും യോഗത്തിലും ധാരണയിലും സേവനത്തിലും ഉണ്ട്, സംഭവം ഉണ്ട്. അവിടെ ഇല്ല. ഈ ബ്രഹ്മകുമാരീസിലില്ല, പുറത്തുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ അവള് പറഞ്ഞൊരു സംഭവമാണ്, ഇന്ന് തനിക്ക് ആദ്യമേ ബ്രഹ്മകുമാരീസ് എന്ന് കെട്ടിയാ പോരെ. അതിനവിടെ അതിനെ പറ്റി ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിരുന്നല്ലോ, ഈ ബ്രഹ്മകുമാരീസ് നിന്ന് തന്നെ കല്യാണം കഴിച്ചു പോയ ആളുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. കല്യാണം കഴിച്ചു പോയ ആളുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ആണുങ്ങളെയും കണ്ടിരുന്നു, പെണ്ണുങ്ങളെയും കണ്ടിരുന്നു. ഈ പാലക്കാട് SJBയിൽ നിന്ന് 2 മഹാന്മാര് അവിടുന്ന് തന്നെ നല്ല സുന്ദരികളായ ബ്രഹ്മകുമാരിമാര് കല്യാണം കഴിച്ചു പോയി. പിന്നെ വേറെ പല പല സെന്ററുകളിലും നടക്കുന്നുണ്ട്. ഇനിയും നടക്കും. ഇനി കല്യാണം കഴിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കുട്ടികളാവാൻ വരെ സാധ്യത ഉണ്ട്. അതാണ് വികാരം, കടുത്ത വികാരം. ആരില്ലാന്നറിയും ഏറ്റവും കൂടുതൽ ബ്രഹ്മകുമാരീസിലാണുള്ളത് ഏറ്റവും കൂടുതൽ. ബാബ പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധൂസിനെ കാണണമെങ്കിലും ഇങ്ങോട്ട് വരും, അതിബുദ്ധിമാനെ കാണണമെങ്കിലും ഇങ്ങോട്ട് വരും. രണ്ടും ബാബ പറയുന്നു. അതിബുദ്ധിമാൻ ആരാണെന്നുള്ളത് നമുക്കറിയാം, അത് ബ്രഹ്മബാബ. ഇതിനപ്പുറത്തേക്ക് വേറെ ആരും നോക്കാനില്ല. 111 ലക്ഷ്മി നാരായണ, രണ്ടാമത്തത് അമ്മ. പിന്നെ നമ്പർ പ്രകാരം ബാക്കി 6 ആളുകളൊക്കെ കാണാമെന്ന് മാത്രം. അങ്ങോട്ട് ചെന്നാൽ മതി. പിന്നെ ഏറ്റവും വലിയ ബുദ്ധൂസ് ആ ത്രേതായുഗത്തിൽ അവസാനം വരുന്ന കുട്ടിയുണ്ടല്ലോ, അവസാനം വരുന്ന കുട്ടി, അവന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും അറിയാം. അവൻ ത്രേതായുഗത്തില് ഒരാളെന്നാവില്ലട്ടാ. ആ ത്രേതായുഗത്തിൽ അവസാനം ജോഡികൾക്കൊക്കെ കുട്ടികളുണ്ടാവും. 33 കോടി ഇങ്ങോട്ട് തികയ്ക്കുന്ന സമയത്ത് പറഞ്ഞാൽ എത്രയോ കോടികളുടെ കുറെ കുട്ടികളാണ്. അപ്പൊ കോടിക്കണക്കിന് പേരുണ്ടാവും. അതിലേതോ ഒന്ന് വളരെ ബടക്കാണെന്നുള്ളത് ബാബയ്ക്ക് നന്നായിട്ട് അറിയാം. അതിലെ കനിഷ്ഠം, ഉത്തമം മധ്യമം കനിഷ്ഠം, ത്രേതായുഗത്തിൽ അവസാനത്തിന് കനിഷ്ഠമുണ്ട്. ആ കനിഷ്ഠത്തിന്റെ ഒരു കുട്ടി, കനിഷ്ഠത്തിലെ ഒരു കുട്ടി, ആ കുട്ടി ദ്വാപരയുഗത്തില്, ഈ കനിഷ്ഠത്തിന് ആള് പ്രാലബ്ധാണേ. ആളുടെ അടുത്ത് സമ്പത്തുണ്ടല്ലോ. ആ സമ്പത്ത് ആള് ദ്വാപരയുഗത്തില് ഏകദേശം ഒരു 10, 20, 15 വർഷം പ്രാലബ്ധത്തിലായിരിക്കും. പല പല കൊട്ടാരങ്ങളിൽ അങ്ങനെ ജനിക്കലും മരിക്കലും ജനിക്കലും മരിക്കലും. അത് കഴിഞ്ഞിട്ടാണ് ആള് ഭക്തി ശരിയായ രീതിയിൽ ചെയ്യുക. ആ കുട്ടി ഇപ്പൊ ബ്രഹ്മകുമാരീസിലുണ്ട്.
ആ ആത്മാ കുട്ടി ബ്രഹ്മകുമാരി ഉണ്ടാവാം, അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട്, വരും. അവസാനത്തെ കുട്ടിയും ഈ ബാബയുടെ അടുത്തുനിന്ന് തന്നെയാണ് വീണ്ടും പ്രാലബ്ധം എടുക്കാനായിട്ട് വരും. ആളും ചെയ്യും യോഗം, ജ്ഞാനം, ധാരണ, സേവനം. അവസാനത്തേക്കുള്ളത് എടുക്കുള്ളൂ. ആളും ചിലപ്പോൾ വരും യൂട്യൂബിൽ, ആളും ചിലപ്പോൾ വരും. ചിലപ്പോൾ ഞാൻ തന്നെ ആവാം. എന്ത് ചെയ്യാൻ? ആർക്കെങ്കിലും മാറ്റാൻ പറ്റും എൻ്റെ പാർട്ടി? ചിലപ്പോൾ ഞാൻ തന്നെയാണെങ്കിലോ ഈ ബ്രഹ്മകുമാരീസിന്റെ ജ്ഞാനം കിട്ടി 15 വർഷമായിട്ടും തലയ്ക്ക് വെളിവായില്ല. ഈ ആള് അപ്പൊ യൂട്യൂബിൽ വന്നിട്ട് മീനാകുമാരീനെ, ഗോപാലകുമാരനെ, അതേപോലെ ശാന്താകുമാരീനെ, നമ്മുടെ കുറെ പേര് കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുറെ കുമാരിമാരെയും കുമാരന്മാരെയും ആക്ഷേപിക്കുന്നു. ഒരുപക്ഷെ ഞാൻ തന്നെ ആവാം ഈ ത്രേതായുഗത്തിൽ അവസാനം വരുന്നു. ആ ബുദ്ധിസ് ഞാൻ തന്നെ ആവാം. ആണെന്നല്ല, ആവാം. എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? എന്തോ ചെയ്യും? ഒന്നും ചെയ്യല്ല. സഹിക്കാനുള്ള ശക്തി അത് വേണം. നശിപ്പിക്കാൻ പറ്റും? എന്നാ നശിപ്പിക്കാൻ പറ്റും? മാക്സിമം പോയാൽ വന്നിട്ട് വേണമെങ്കിൽ ബാക്കൊക്കെ കൊണ്ട് പിടിച്ചിട്ട് ശരീരത്തിൽ ഇല്ലാതാക്കാൻ പറ്റും. വീണ്ടും ജന്മെടുക്കും. വീണ്ടും ജന്മെടുക്കൽ എവിടെയാ? ഇതേ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട്. കാരണം സംസ്കാരമായില്ലേ, ഇപ്പൊ സംസ്കാരമായില്ലേ കുറച്ച്. ഏത് സംസ്കാരം? ഇതിലേക്കുള്ളൊരു സംസ്കാരമായില്ലേ, സനാതനം. അപ്പൊ ബാബ അവിടെ കൊണ്ടുപോയിട്ട് ജന്മെടുക്കുള്ളൂ. അപ്പൊ എന്നെ നശിപ്പിക്കാൻ നോക്കണ്ട മക്കളെ, ഇതൊരു കാരണവശാലും നശിക്കൂല. അതങ്ങ് ബോംബെ ധാരാവി വല്ല ഗുണ്ടകളെയും വിളിച്ചിട്ട് വരാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, ഏത് നമ്മുടെ ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി, അല്ല അയച്ചു കൊടുത്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയ വ്യക്തിയോടും കൂടെ അതങ്ങ് ധാരാവിന്നോ, അല്ലെങ്കിൽ മറ്റേ ഒരു പടത്തില് തിലകം പറയുന്നുണ്ട്, ഈ ചാൾസ് ശോഭരാജിനേക്കാൾ മിടുക്കനാണെന്ന് പറഞ്ഞവര് അവസാനം ഇങ്ങോട്ട് വന്നിട്ട് അത് എന്നെ മിടുക്കനാക്കാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് തല്ലാൻ വന്ന അങ്ങോട്ടും തല്ലും. തല്ല് കിട്ടിയാൽ ഉറപ്പായിട്ടും തല്ലും. എന്റെ തല്ല് കൈകൊണ്ടാവൂല. ഈ സാധനം കുറച്ച് സ്ട്രോങ് നാവും. ഞാൻ എൻ്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, മനസ്സ്. അത് അതിനേക്കാളും സ്ട്രോങ്. കൊടുക്കും, 8ന്റെ പണി ഞാൻ കൊടുക്കും. അതാണ് ഇന്നലെ ഞാൻ ആ ജീവിതാനുഭവങ്ങളിൽ അളിയനെ ജസ്റ്റ് പറഞ്ഞത്. അത് ആ രീതിയിലും കാണണം, ഇത് ഈ രീതിയിലും കാണണം. ബ്രഹ്മകുമാരീസുമായിട്ട് സംബന്ധിച്ചത് ഈ റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനൊന്ന് കുറച്ച് പുറത്ത് സംസാരിക്കുമ്പോൾ, വേറെ സ്ഥലത്തുനിന്ന് പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ആള് മാറാൻ എനിക്കറിയാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ രണ്ടുമുണ്ട്, നല്ലതും ഉണ്ട് കെട്ടതും ഉണ്ട്. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയണതും ഏറ്റവും കെട്ടതായിട്ട് അഭിനയിക്കാൻ അറിയണതും ഒരു ബ്രഹ്മകുമാരീസിലുള്ള ആളുകൾക്ക് തന്നെയാണ്. കാരണം ഇവരിത് രണ്ടും ചെയ്യുന്നുണ്ട്. കാരണം പകുതിയാണ്, പകുതി കൽപ്പം സുഖവും പകുതി കൽപ്പം ദുഃഖവും. അതന്നെ ദുഃഖം എന്ന് പറഞ്ഞാല് കുറച്ചുള്ളൂ, 3/4 ഭാഗം സുഖം തന്നെയാണ്. ബാബ ഒക്കെ മുരളിയിൽ നല്ല പച്ചയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെ ഒന്നല്ല കേട്ടോ. പകുതി കൽപ്പം ദുഃഖം പകുതി കൽപ്പം സുഖം എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗ ത്രേതായുഗ അവസാനം വരുന്ന ആളെ സംബന്ധിച്ച് ഒരു ജന്മ ആൾക്ക് അകർമ്മം ചെയ്യാനുള്ളൂ. ബാക്കി ഫുള്ള് വികർമ്മത്തിന്റെ ലോകത്തിലാണ്. അവിടെ കണക്കാണ്, അവിടെ പണിയില്ല. നേരെ കുറിച്ച് സത്യയുഗത്തിൽ ആദിയിൽ വരുന്ന ആളുകൾക്ക് അതൊരു പകുതി കൽപ്പം സുഖം പകുതി കൽപ്പം ദുഃഖം. അത് ഏകദേശം ഒരു 3/4 ഭാഗം സുഖം എന്ന് പറഞ്ഞാൽ ഓക്കെ. അതുകൊണ്ട് എല്ലാവരുടെയും അവസ്ഥ ഒരേപോലെ ഒന്നും. പിന്നെ ഇതൊന്നും വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട് കേട്ടോ. സംസാരിക്കുമ്പോ ഈ സാധനത്തിന്റെ ഉള്ളിൽ കുറേ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ ഫോണിൽ മെമ്മറിന്റെ പ്രശ്നം, യൂട്യൂബിൽ ഇതൊക്കെ കയറ്റി വരാനുള്ള സമയത്തിന്റെ പ്രശ്നം, അതിന് വേണ്ട ഒരുപാട് സമയം ചെലവാക്കാൻ എനിക്ക് ഇച്ചിരി മടിയും കൂടെ ഉള്ളതുകൊണ്ട്. കാരണം രാവിലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികൾ വേറുണ്ട്. ഈ കുമാരന്മാർക്ക് തന്നെ വേറെ പ്രത്യേകിച്ച് ഭാര്യ കുട്ടികള് കുടുംബങ്ങളൊന്നും നോക്കാതെ നമുക്ക് വേറെയും കുറെ കുടുംബങ്ങളെ കാര്യം നോക്കാൻ, നമ്മുടെ ജോലിയുടെ കാര്യം നോക്കാണ്ട്
എന്നിട്ടും ഞാൻ നന്നായിട്ട് സമയം ഇതിൽ കുറേയധികം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നു. കാലാകാലമൊന്നും ഷെയർ ചെയ്യൂലേ. അതൊരു ഞാൻ പറഞ്ഞില്ല 5000 എപ്പിസോഡ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 4 അക്ക നമ്പർ 00, 50, 60, 70 അതേപോലെ തന്നെ അത് ഞാൻ 1000 ആകുമ്പോഴും ശ്രദ്ധിക്കണം. ബാക്കി ഒരു സാധനം ഞാൻ ഈ 4 അക്ക നമ്പറിലേക്ക് കൊണ്ടിട്ടില്ല. ആരോഗ്യത്തിന്റെ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ നമ്പർ ഇട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാക്സിമം 999 വരെ മാക്സിമം പോയാലായി. അത്ര പോലും ഞാൻ കൊണ്ടിട്ടില്ല. ഈ 4 അക്ക നമ്പർ ഇത് മാത്രം കുറച്ച് ജ്ഞാനമാർഗത്തിലുള്ള കുറെ കാര്യങ്ങളും ഇതൊക്കെ ഷെയർ ചെയ്യുള്ളൂ. അതും ബാബയുടെ മുരളി ഇങ്ങോട്ട് എടുക്കുക, അത് വായിക്കുക, അത് ഷെയർ ചെയ്യുക, ഈ പരിപാടിയൊന്നും എനിക്കില്ല. അത് നല്ല ഭംഗിയിൽ ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട്. നല്ല ഭംഗിയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കുമാരിമാരൊക്കെ. പല കുമാരന്മാരും ബ്രഹ്മകുമാരീസിന്റെ അമ്പലത്തിൽ. അതാണ് അത് ഒഫീഷ്യൽ തന്നെയാണ്. അത് ഒഫീഷ്യലാണ്. പക്ഷെ ആ ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ഇച്ചിരി ബോധം ആ അമ്മാവൻ ഉണ്ടായാൽ നന്നായിരുന്നു. ഈ അമ്മാവൻ എപ്പോഴും പറയും എന്നോട് ഒഫീഷ്യലാണ്, ഒഫീഷ്യൽ. സംഗതി ഒഫീഷ്യലൊക്കെ തന്നെയാണ്. മധുവൻ എന്നുള്ള നല്ല നിർദ്ദേശം കിട്ടിയിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പക്ക ഒഫീഷ്യലായിട്ട് അവിടെ നിന്ന് തന്നെ പൈസ വാങ്ങി അവിടെ നിന്ന് തന്നെ ചെയ്തോട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? അപ്പം പിന്നെന്താ വെച്ചാൽ അവിടെ ആർക്കും ചോദ്യം ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങി അതുകൊണ്ട് കെട്ടിപ്പൊക്കിയ ശിവജ്യോതി ഭവൻ, അതുകൊണ്ട് കെട്ടിപ്പൊക്കിയ ജഗദംബ ഭവൻ, അതുകൊണ്ട് കെട്ടിപ്പൊക്കിയ കോട്ടക്കൽ സെന്റർ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ രൂപ വാങ്ങിയിട്ടില്ല. ലക്ഷങ്ങളും 10 ലക്ഷങ്ങളും കോടികളൊന്നും കൊടുത്തിട്ടല്ല. ഓരോ രൂപ വാങ്ങി നമ്മുടെ കയ്യിൽ നിന്നുള്ള പഴം വാങ്ങി തിന്ന്, നമ്മുടെ കയ്യിൽ നിന്നുള്ള ബദാം വാങ്ങി തിന്ന്. ബദാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ സേവനത്തിന്. 20,000 രൂപയോളം ഏകദേശം. ഇത് നേരെ പാക്ക് ചെയ്തിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോഴും ഈ കുമാരി എനിക്ക് താങ്ക്സ്. ഭായി നിങ്ങളുടെ ഇത് കിട്ടിയിട്ടോ, ഭോഗ് വെച്ചു. എന്താ സംഭാഷണം. എനിക്ക് ശരി, എന്തിനാ എന്നോട് പറയുന്നു? ഞാൻ എൻ്റെ കണക്ക് തീർത്തു. എനിക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് സമ്പാദിക്കാൻ ഉള്ള കാര്യം ഞാൻ ചെയ്തു. അത്ര മാത്രം. അത് എൻ്റെ മാത്രമാണോ? അല്ല, എൻ്റെ കുടുംബത്തിൻ്റെ. അപ്പൊ അമ്മല്ലേ, അമ്മയ്ക്കും വേണം സംഗതി. എൻ്റെ അമ്മ അതേപോലെ ബാക്കി ബന്ധുമിത്രാദികളുടെ എല്ലാവരുടെയും കൂടെ വയറ് ശോഭനീയമാവാൻ വേണ്ടി ഞാൻ അന്ന് ചെയ്തത്. അതിനു വേണ്ടി മാത്രം. അത് എനിക്ക് വേണ്ടി മാത്രമല്ല. അപ്പൊ ബാബയോട് ചോദിക്കും എന്ത് കർമ്മം ചെയ്യും. ബാബ ഓരോരോ സംഗതികൾ ഇന്നത് ചെയ്യും. അതേപോലെ കട്ടപ്പനെ പോയപ്പോ അവിടുന്ന് ഞാനൊരു വസ്ത്രം എടുത്ത് വരുന്ന കണ്ടപ്പോ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, അല്ല ഞങ്ങൾക്കൊന്നുമില്ലേ? അപ്പൊ എനിക്ക് വീണ്ടും സങ്കടമായി. കാരണം ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി ലോല ഹൃദയനാണ്. അയ്യോ, ഇവരിങ്ങനെ ചോദിച്ചത് എന്തിനാണത് ചോദിച്ചതെന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ എന്ത് ചെയ്തു, കിട്ടിയ ദിവസം തേടി പിടിച്ച് കുറച്ച് ടവല് വാങ്ങി കൊടുത്തു. ആ സിസ്റ്റർ എടുത്ത് കൊടുത്തു. സിസ്റ്റർ ഇത്രേ ഉള്ളൂ കേട്ടോ, കുറെ കളർഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടവല് വാങ്ങി കൊടുത്തു. അവർ പറഞ്ഞു കിട്ടുന്നവർക്കൊക്കെ കൊടുക്കും. 16 ടവലും കൊണ്ട് വാങ്ങി. അത് വാങ്ങി കൊടുത്തു. വെക്കുന്നവർക്കൊക്കെ കൊടുത്ത് ഇതാവാൻ പറഞ്ഞു, നമ്മള് സമാപ്താക്കാൻ പറഞ്ഞു. പിന്നെ ആ സിസ്റ്റർ എന്നെ കണ്ടപ്പോ ആ ടവൽ ഉപയോഗിച്ചു വിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, കളറ് പോയോ? ഇതെന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ കൊടുക്കും. ഇനിയിപ്പൊ കരള് ചോദിച്ചാൽ കരള് കൊടുക്കും. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ. പക്ഷെ ഇനി ആർക്ക് കൊടുക്കണം ഈ കരള്, ആർക്ക് കൊടുക്കണം ഈ ഹൃദയം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇത് കൊടുക്കാൻ ഒറ്റ ആൾക്കുള്ളത്. ആ പരമാത്മാവ് ഓൾറെഡി നമ്മൾ അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താണോ ആവശ്യം അത് തരാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ എന്നെ ആവശ്യമായി വരുന്നുവോ, പരമാത്മാവിന് എപ്പോ ആത്മാവിന് ആവശ്യമായി വരുന്നുവോ ആ രീതിയിൽ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധട്ടെ. അപ്പൊ നമ്മൾ ഹെൽത്തൊക്കെ ക്ലിയർ ആക്കി വെക്കണം, ആരോഗ്യം. അപ്പൊ അതാണ് ഞാൻ ആരോഗ്യത്തിന്റെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് കണ്ടന്റ് ഞാൻ അതിൽ പറയും. വേറെ ഒരു ഡോക്ടറെ കണ്ട കഥയും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പറയും. വിജ്ഞാന മാർഗത്തിൽ വേണ്ട ഒരൊറ്റ സംഭവമാണ്
ആരോഗ്യത്തിന്റെ, അതുപോലെ മനസ്സിന്റെ അവസ്ഥ, സ്നേഹം. ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 16 കലയിൽ ആദ്യത്തെ കല മിത്രമാക്കാനുള്ള കല, അതിൽ പറയുന്നുണ്ട് സ്നേഹം. പിന്നെ ആരെയും കടുത്ത ഭാഷയിൽ വിമർശിക്കരുതെന്ന് പറയുന്നില്ല. ഇത് ബ്രഹ്മകുമാരീസ് എഴുതി വെച്ച തന്നെയാണ്, ബ്രഹ്മകുമാരീസിലുള്ള ആളുകൾ എഴുതി വെച്ചതാണ്. കാരണം എന്താ പറയുക, പുറത്തുനിന്ന് നല്ല കടുത്ത ഭാഷയിൽ അവർക്ക് കിട്ടിയ കാലത്ത് എഴുതി വെച്ചതാണ്. കിട്ടും, നല്ല കിട്ടും. ബാബ പ്രത്യേകം പറയുന്നുണ്ട്, ഏറുകൊള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാബാബയുടെ അത്രയും സമ്പാദ്യം വെച്ചിട്ട് വലിയൊരു മാളിക വെച്ചിട്ട് നാട്ടുകാരത് കത്തിച്ചില്ലേ, നാട്ടുകാരത് കത്തിച്ചില്ലേ. വളരെ പച്ചയ്ക്ക് ചരിത്രല്ലേ. മമ്മയെ കോടതി കയറ്റിയില്ലേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിലും വലുതൊന്നും ഇപ്പൊ അവിടെ നടന്നത് ഇതുവരെ ഇപ്പൊ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വലുതൊന്നും നടന്നില്ല. ഇപ്പൊ ഈ കുമാരി അല്ല, ഈ അമ്മായിക്ക് ഏതോ ഒരു ഭായിയുടെ അടുത്ത് നിന്ന് നല്ല പച്ചയ്ക്ക് തെറി കേട്ടിട്ടുണ്ട്. അവിടെ ഈ ഏതോ ഒരു ഭായി മധുമലിലേക്ക് ഭയങ്കര ഇതിൽ അങ്ങോട്ട് ആദ്യം പോയി. അതായത് ഇവിടുന്ന് പെർമിഷൻ ഒന്നും മേടിക്കാതെ നേരെ ഏതോ ഒരു ഭായി മധുമലിലേക്ക് പോയി. ആ ഭായി പിന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് ഇവിടെ വന്നിട്ട് ഈ അമ്മായിനെ, കോട്ടയ്ക്കലുള്ള അമ്മായിനെ, ബ്രഹ്മകുമാരി അമ്മായിനെ നല്ല പച്ചയ്ക്ക് തെറി പറഞ്ഞിട്ടുണ്ടെന്ന് പലതും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കേസാക്കി കൂടെ എന്ന് ചോദിച്ചു. അത് വേണ്ട ഭായി, ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഞാൻ ഈ പറഞ്ഞ കൂടി കേസാക്കും. കേസാക്കുകയാണെങ്കിൽ ഞാനും അതിന് തയ്യാറായിട്ട് തന്നെ. കാരണം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ ഒരാൾക്കെതിരെ കേസ് കൊടുക്കാം. അച്ഛനും മകനെതിരെ കേസ് കൊടുക്കാം, മകനും അച്ഛനെതിരെ കേസ് കൊടുക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ കേസ് കൊടുക്കാം. കണ്ടല്ലോ, ഭർത്താവിന് ഭാര്യയ്ക്കെതിരെ കേസ് കൊടുക്കാം. ഇതും കാണുന്നതാണല്ലോ, അനുഭവമാണല്ലോ. ബാക്കി രക്തബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുമ്പോൾ അതിൽ വലിയൊരു പാര തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇന്നലെ ജീവിതാനുഭവങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ബന്ധു എനിക്കെതിരെ പോലീസ് കേസ്, ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നല്ല അനുഭവം. നേരെ ബന്ധുവാണ്, എടുത്തൊക്കത്തിരുത്തി വളർത്തിയ പെൺകുട്ടി. ഞാൻ ഒക്കത്തിരുത്തി വളർത്തിയ പെൺകുട്ടി, അതിനെ കുളിപ്പിച്ച പെൺകുട്ടി. അതിന്റെ കുഞ്ഞു പ്രായത്തില് 1 വയസ്സ് മുതൽ ഏകദേശം 2-3 വയസ്സ് വരെ അതിനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ കുളിപ്പിക്കും ഒരു പെൺകുട്ടീനെ? ആണൊരുത്തൻ, അന്ന് എനിക്കൊരു 18-19 വയസ്സുണ്ടാവും. ആ ഒരു പ്രായമുള്ള ഞാന് അതിന്റെ അപ്പി ഞാൻ ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി വളർന്നു വന്ന് അതിനൊരു 19 വയസ്സായപ്പോ എനിക്കെതിരെ പോലീസ് കേസ് കൊടുത്തു. അതാണ് ഞാൻ ആ അനുഭവത്തിൽ പറഞ്ഞത്. അത് ശരിക്കും ഇവിടെ പറയേണ്ട ആവശ്യമില്ല, പക്ഷെ അതാണ് ലോകം. അതാണ്, ഏത് വിധത്തിലും കിട്ടും. ബ്രഹ്മകുമാരീസിൽ ഈ പറഞ്ഞ സംഭവമില്ലേ, കടുത്ത വാക്കുകളിൽ വിമർശിക്കരുത്, കടുത്ത വാക്കുകളിൽ വിമർശിക്കരുത്, അവരെഴുതി വെച്ചതാണ്. വിമർശിക്കരുത് എന്ന് ബാബ പറഞ്ഞിട്ടില്ല. ബാബ തന്നെ മമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ. അതൊരു ബട്ടിക്ക് പോയപ്പോ കേട്ടോ, കുറച്ച് വ്യക്തികളുടെ കുറ്റങ്ങൾ എഴുതി വരുമോ. മമ്മ എഴുതിക്കൊള്ളുന്നു. മമ്മ ആളുടെ ഓരോരോ വ്യക്തികളുടെയും കുറേ വിശേഷതകൾ എഴുതി അവസാനം ചെറിയൊരു കുറവുണ്ട് കേട്ടോ, ഈ കുറവ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തിരുത്താം. ബാക്കി ഓരോരുത്തരുടെയും വിശേഷതകൾ ആദ്യം എഴുതി. ഞാൻ ഈ മീനകുമാരിയും അതേപോലെ ശാന്തമ്മായി, അതേപോലെ അമ്മാമ്മണ്ട്, നമ്മുടെ ഗോപാലമ്മാമൻ, ഇവരുടെ ഒന്നും വിശേഷതകൾ ഞാൻ ആദ്യം വർണ്ണിക്കാൻ നിന്നില്ല. ഞാൻ അവർ ചെയ്ത കുറച്ച് പോരായ്മകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് വിശേഷതകൾ വർണ്ണിച്ചുതരാം. ആദ്യം തല്ലിക്കൊടു ചൊല്ലിക്കൊടു തള്ളിക്കളാന്ന് തന്നെ പറയാം. എന്നെ സംബന്ധിച്ച് ഞാൻ അവരെ തള്ളിക്കളഞ്ഞു. കാരണം ഇനി എന്നെ കൊണ്ട് വയ്യ അവരുടെ കൂടെ നടക്കാൻ. ട്രിപ്പിൾ ഓം ശാന്തി.